ഹരേ കൃഷ്ണ. നമ്മൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഭഗവത്ഗീത പഠിക്കേണ്ട വീക്കിലെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ വീക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അപ്പോൾ ഇത് ഈ ഭഗവത്ഗീതയൊക്കെ മഹാഭാരത യുദ്ധമാണല്ലോ മെയിൻ റീസൺ. അപ്പോൾ ഈ മഹാഭാരതം ഇതൊക്കെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, നമുക്ക് ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ. മറ്റ് സഭകളോട് ചോദിച്ചാൽ അവർക്ക് അവരുടെ ഗ്രന്ഥം അറിയാം. അതേസമയം നമ്മുടെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പലതും പറയും. രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, അങ്ങനെ പലതും പറയും. പക്ഷെ നമ്മുടെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വേദമാണ് നമ്മുടെ ഗ്രന്ഥം. വേദം എന്ന് വെച്ചാൽ വിദ് എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വേദമുണ്ടായത്, അറിവ് എന്നാണ്. അപ്പൊ ഈ വേദം എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഒരു നോർമലി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെയും ഭരത ചക്രവർത്തിയുടെയും അതുപോലെ തന്നെ പ്രഹ്ലാദ മഹാരാജാവിൻ്റെയൊക്കെ കഥകളിൽ കൂടി നമുക്ക് ഓരോന്നും മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്രന്ഥം ഏതാന്ന് വെച്ചാൽ വേദമാണ് നമ്മുടെ ഗ്രന്ഥം. ഭഗവത്ഗീതയായാലും അത് തന്നെയാണ്, എല്ലാം അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ മഹാഭാരതം യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാഭാരതം പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധമാണല്ലോ. അപ്പൊ ഇത് പറഞ്ഞുതരാം. ഹസ്തിനാപൂരിലെ രാജാവായിരുന്നു ശാന്തനു. ശാന്തനുയുടെ ഭാര്യയായിരുന്നു ഗംഗാദേവി. ആ ഗംഗാദേവിയുടെ മകനാണ് ഭീഷ്മര്. ശരിക്കും പേര് ദേവവ്രത് എന്നായിരുന്നു പേര്. പിന്നീട് ഭീഷ്മർ, അവർ പ്രതിജ്ഞയൊക്കെ എടുത്തു കഴിഞ്ഞാണ് ഭീഷ്മർ എന്ന പേര് വരുന്നത് തന്നെ. അതുമല്ല, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗംഗാദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും എന്നോട് ചോദിക്കാൻ പാടില്ല, ഒരു കാര്യങ്ങളും ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികളെയും ഗംഗാദേവി ഗംഗയിൽ ഒഴുക്കി വിടുമായിരുന്നു. അവസാനം ഭീഷ്മരും ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ കുട്ടികളില്ല. അപ്പൊ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ ഈ ദേവവ്രതനെ ഞാൻ കൊണ്ടുപോകും, പഠിപ്പിച്ച് വിദ്യകളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഞാൻ അങ്ങേ ഏൽപ്പിക്കാന്ന് പറയാം. അങ്ങനെ ഗംഗാദേവി അങ്ങ് ഗംഗയിൽ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുട്ടി വലുതായി പരശുരാമനിൽ നിന്നും ശസ്ത്രവിദ്യകളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഫുൾ എഡ്യൂക്കേഷൻ മൊത്തം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ശാന്തനു മഹാരാജാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ അച്ഛനും മോനും വളരെ സന്തോഷമായിട്ട് കഴിയുന്ന കാലത്ത് ഒരു ദിവസം ഒരു മത്സ്യകന്യകയെ കാണാനിടയായി ശാന്തനു മഹാരാജാവ്. ഭയങ്കര സുന്ദരിയായിരുന്നു, ഒത്തിരി സുന്ദരിയായിരുന്നു. അപ്പം അങ്ങനെ പോയി ചോദിക്കുമ്പോൾ പറയും, അച്ഛനോട് വന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ ശാന്തനു മഹാരാജാവ് ദാസരാജാവിൻ്റെ അവരുടെ കന്യകയാണല്ലോ, പോയി ചോദിക്കും. അപ്പൊ മത്സ്യകന്യകയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ മകളെ കെട്ടിച്ച് ഞാൻ തരാം, പക്ഷേ എൻ്റെ മകൾക്ക് ജനിക്കുന്ന കുട്ടിയായിരിക്കണം ഹസ്തിനാപുരിയിലെ അടുത്ത രാജാവായിട്ട് വരേണ്ടതെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശാന്തനു മഹാരാജാവിന് ഭയങ്കര വിഷമം തോന്നുന്നു. എന്ന് വെച്ചാൽ ഭീഷ്മരല്ലേ ആകേണ്ടത്, മൂത്തപുത്രന്മാരാണല്ലോ രാജ്യം ഭരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വിഷമിച്ചെങ്ങ് വരും. ഇപ്പൊ ശാന്തനു മഹാരാജാവിന് എന്നാൽ സത്യവതിയെ മറക്കാനും വയ്യ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പം മകന് മനസ്സിലാവും അച്ഛൻ എന്തോ വിഷമമുണ്ടെന്ന്. അങ്ങനെ അച്ഛൻ വിഷമം തിരക്കും. അപ്പം മിനിസ്റ്റർ പറയും, അവിടുത്തെ രാജ്യത്തിലെ ഒരു മന്ത്രി പറയും, ഇതുപോലെ രാജാവിനൊരു മത്സ്യകന്യകനെ താല്പര്യമുണ്ട്, പക്ഷെ ഇതുപോലെ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ ദേവവ്രതൻ തന്നെ അവിടെ ചെന്ന് ആ മത്സ്യകന്യകയുടെ അച്ഛനുമായിട്ട് സംസാരിക്കും. അപ്പൊ അച്ഛൻ ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ പറയും, ശരി, കുഴപ്പമില്ല, അങ്ങയുടെ മകളെ എൻ്റെ അച്ഛന് വിവാഹം ചെയ്ത് കൊടുക്കണം, അവരുടെ കുട്ടികൾ തന്നെ ആയിരിക്കും രാജാവാകുന്നത്. അപ്പൊ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അപ്പം അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ കല്യാണം കഴിക്കാതെ ആ ഒരു വ്രതം തന്നെ എടുക്കുക, ബ്രഹ്മചാരിയായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ശാന്തനു മഹാരാജാവ് സത്യവതിയെ വിവാഹമൊക്കെ കഴിക്കുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ രണ്ട് കുട്ടികളുണ്ടാകുന്നു, വിചിത്രവീര്യനും ചിത്രാംഗതനും. പിന്നെ ശാന്തനു മഹാരാജാവ് മരണപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചിത്രാംഗതൻ വേറെ ഒരു ഗന്ധർവനുമായിട്ടുള്ള യുദ്ധത്തിൽ ചിത്രാംഗതൻ മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് വിചിത്രവീര്യന്
അവിടെ കാശി രാജ്യത്ത് സ്വയംവരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സ്വയംവരത്തിൽ ഭീഷ്മരും വിചിത്രവീര്യനുമാണ് പോകുന്നത്. വിചിത്രവീര്യനാണ് ശരിക്കും അവിടെ ആ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. പക്ഷെ ഭീഷ്മരെ കാണുമ്പോൾ എല്ലാവരും കളിയാക്കും, ഈ വൃദ്ധനാണോ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്നേന്നുള്ള രീതിയിൽ. അത് ഭീഷ്മർക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ഈ കാശി രാജാവിന്റെ 3 പെൺമക്കളെയും അംബിക, അംബാലിക 3 പേരെയും പിടിച്ചുകൊണ്ട്, കൈ പിടിച്ചുകൊണ്ട് രഥത്തിൽ കയറ്റിങ്ങ് വരും. പോകുന്ന വഴിക്ക് അംബ പറയും, എനിക്ക് ശല്യരാജാവിനെ പ്രേമത്തിലാണെന്ന് പറയും. ശരി എന്നാ നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ അങ്ങനെ അമ്പയെ വിടും. പക്ഷെ അമ്പ ചെല്ലുമ്പം ശല്യം പറയും, ഇല്ല കൈ പിടിച്ചല്ലേ കൊണ്ടുപോയി. അപ്പൊ പാണിഗ്രഹണമാണല്ലോ നടന്നത്. ഇനി മറ്റൊരു പുരുഷൻ സ്വീകരിച്ച് അവളെ ഞാൻ ഇനി സ്വീകരിക്കത്തില്ലെന്ന് പറയും. അപ്പൊ ഇതിപ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ അംബയ്ക്ക് ഭീഷ്മരോട് ഭയങ്കര ദേഷ്യമായി മാറി. ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെയായിട്ട് മരണപ്പെട്ടാണ് ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നത്, അടുത്ത ജന്മം. അപ്പൊ ആ ഭീഷ്മരെ വധിക്കുക, അതായിരുന്നു ലക്ഷ്യം. അതാണ് ഒരു ഭാഗം. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ കൊണ്ടുവരും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യനും മരിക്കുക. കുട്ടികളുണ്ടായില്ല, അടുത്ത പരമ്പരയാണല്ലോ, അടുത്ത രാജാക്കന്മാരാവണ്ടേ. അപ്പൊ സത്യവതി വിളിച്ചിട്ട് പറയും, ഭീഷ്മരോട് പറയും, നീ ഇവരെ പണിഗ്രഹണം ചെയ്യണം. ഇല്ല, ഞാൻ പ്രതിജ്ഞ ചെയ്തയാണ്, അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ലെന്ന് പറയും. അപ്പൊ സത്യവതിക്ക് പരാശര മഹർഷിയിൽ ഉണ്ടായ ഒരു മകനുണ്ട്, കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അതൊരു ശുഭമുഹൂർത്തത്തിൽ ആ പരാശരൻ അങ്ങനെ ഒരു തീരുമാനിച്ച് ആകുന്നതാണ്. പക്ഷെ കന്യകാത്വം പോകത്തില്ലായിരുന്നു. ആ മകനാണ് പിന്നീട് വേദങ്ങളെ വിഭജിച്ചത് കൊണ്ട് വേദവ്യാസൻ എന്ന പേര് വന്നത്. അപ്പൊ വേദവ്യാസൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോ അമ്മ എന്നെ സ്മരിക്കുന്നോ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സത്യവതി വേദവ്യാസ മഹർഷിയെ സ്മരിക്കുകയും വേദവ്യാസം വരുന്ന കൊട്ടാരത്തിൽ വരും. അങ്ങനെ പറയും, ഇതുപോലെ ഇനി പരമ്പരകളില്ല, അപ്പം ഇവരെ കല്യാണം ചെയ്യണമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവരെ 1 വർഷം ആ ഒരു ടൈം പീരീഡ് കൊടുക്കും. ഇവർ മനസ്സുകൊണ്ട് നല്ലൊരു ഇതാണല്ലോ, ആ ഒരു വ്രതമൊക്കെ എടുത്ത് അങ്ങനെ. പക്ഷെ ഈ ജടയൊക്കെ പിടിച്ച് വെളുത്ത മുടി, ആ ഒരു മനസ്സൊരിതില്ലാതെ, അപ്പൊ ആ ഒരു ബീജം സ്വീകരിക്കുമ്പോൾ നല്ല മനസ്സോടെ വേണം ആ ഒരു സ്വീകരിക്കാൻ. പക്ഷെ അംബിക കണ്ണടച്ചാണ് വരുന്നത് വേദവ്യാസ മഹർഷിയുടെ അടുത്ത്. അതുകൊണ്ടാണ് ആ ഒരു ബീജം സ്വീകരിക്കുന്ന, അതുകൊണ്ട് അന്ധനായി മാറി ധൃതരാഷ്ട്രർ. പിന്നെ രണ്ടാമത്തെ അംബാലികയും ഇതുപോലെ മനസ്സ് വല്ലാത്തൊരു അറപ്പോടാണ് വേദവ്യാസ മഹർഷിയുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് ആ മകൻ പാണ്ഡുരോഗമുള്ള പാണ്ഡു, ദേഹത്ത് മൊത്തം പാണ്ടായിട്ട് ജനിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും രാജാവെന്ന് വെച്ചാൽ നല്ല ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ആയിട്ട് പറ്റില്ലല്ലോ, ഒരു അന്ധനും ദേഹത്ത് മൊത്തം പാടുള്ള. അപ്പൊ സത്യവതി പറയും, ഒന്നുകൂടെ ഇത് ചെയ്യാൻ പറയും. ഇവരെന്തോ ചെയ്യും, ഇവര് പോയി ഇവരുടെ ദാസിയോട് പറയും, നീ ചെല്ലാൻ പറയും. പക്ഷെ ദാസി മനസ്സോടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദാസിയിലുണ്ടായ മകനാണ് വിതുരൻ. ഇവരുടെ എല്ലാ അച്ഛൻ ഒന്നാണ്, വേദവ്യാസ മഹർഷിയാണ്. അങ്ങനെ ദാസി നല്ല മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് വിദുരർ ഒരു നല്ല വിദ്വാനായി മാറി, അച്ഛനെ പോലെ തന്നെ നല്ലൊരു വിദ്വാനായി മാറി. അപ്പൊ ശരിക്കും വേദവ്യാസ മഹർഷിക്ക് 4 മക്കളാണ്, ധൃതരാഷ്ട്ര, പാണ്ഡു, വിദുരർ, പിന്നെ ഒന്ന് ശുഗബ്രഹ്മർഷി. ഈ ശുഗബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് മഹാഭാരതം പറഞ്ഞു കൊടുക്കുന്നത് 7 ദിവസമായിട്ട്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ വലുതായി. കുറച്ചു നാള് കഴിയുമ്പം ഇവരുടെ എല്ലാം വിവാഹം നടക്കും. ഗാന്ധാര രാജ്യത്തു നിന്നാണ്, ഗാന്ധാരിയാണ് ധൃതരാഷ്ട്ര വിവാഹം ചെയ്യുന്നത്. അപ്പൊ ഭർത്താവ് അന്ധനായോണ്ട് ഭാര്യയും കണ്ണുകെട്ടി, എനിക്കും ലോകം കാണണ്ട എന്നുള്ള രീതിയിൽ പതിവ്രതയായി മാറി. അത് കഴിഞ്ഞ് പാണ്ഡു 2 പേരെ വിവാഹം ചെയ്യും, മാദ്രിയെയും അതുപോലെ കുന്തി ദേവിയും വിവാഹം ചെയ്യും. കുന്തിക്ക് 3 മക്കളും മാദ്രിക്ക് 2 മക്കളും. പക്ഷെ ഈ പാണ്ഡുവിനൊരു ശാപം ഉണ്ടായിരുന്നു ഒരു മുനിയിൽ നിന്ന്. അപ്പം ഇതുപോലെ കുട്ടികൾ ഉണ്ടാക്കാത്ത ആ ഒരു ഇത്. പക്ഷെ അതിനു മുമ്പ് കുന്തി ദേവിക്ക് തൻ്റെ ചെറുപ്രായത്തിൽ ദേഷ്യം വരുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു,
ദുർവാസ മഹർഷിയെ സേവിച്ചുകൊണ്ട് ദുർവാസ മഹർഷിയെ അനുഗ്രഹിച്ച് ഒരു വരം കൊടുത്തിട്ടുണ്ട്. നീ ഏത് ദേവനെ നീ ആഗ്രഹിക്കുന്നു അവരിൽ കുട്ടി ഉണ്ടാവും എന്നുള്ള ഇത്. അപ്പൊ അങ്ങനെ ഓരോ പേരും ധർമ്മപുത്രരെ, പിന്നെ അതുപോലെ ധർമ്മ രാജാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ, പിന്നെ വായുപുത്രൻ വായുദേവനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഭീമൻ, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചതുകൊണ്ട് അർജുനൻ. പിന്നെ ആ മന്ത്രം തന്നെ മാദ്രിക്കും കുന്തി ദേവി കൊടുത്ത്. അങ്ങനെ കുന്തിയിൽ ഉണ്ടാകുന്ന 2 മക്കളാണ് നകുല സഹദേവന്മാർ. അവർ അശ്വിനി ദേവന്മാരുടെ ആ ഒരു പ്രാർത്ഥനയിലാണ് അവർ രണ്ടുപേരും ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി കുറച്ചുനാൾ കഴിയുമ്പോൾ പാണ്ഡു മരിക്കും. ആ ചിതയിൽ തന്നെ വീണ് മാദ്രിയും മരിക്കും. കുന്തി മാതാവാണ് ഈ 5 മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് ധർമ്മമൂല്യങ്ങളും സ്നേഹവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രയുടെ മകൻ ദുര്യോധനൻ വലുതാവും തോറും ഭയങ്കര ക്രൂരതയാണ് പാണ്ഡവന്മാരോട് കാണിക്കുന്നത്. ഈ 5 മക്കളും, പാണ്ഡുവിന്റെ 5 മക്കള് പാണ്ഡവന്മാരും ധൃതരാഷ്ട്രയുടെ 100 മക്കള് കൗരവന്മാരും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത്. ഇവരങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്ത് പോയി ഇവർ വലുതായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് രാജ്യം കൊടുക്കത്തില്ല. അങ്ങനെയാണ് ഈ യുദ്ധം നടക്കുന്നത് തന്നെ. അപ്പൊ ഈ യുദ്ധം നടക്കുമ്പം യുദ്ധത്തിൽ പോവാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. എന്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, എന്ത് ആളുകൾ മരണപ്പെടുന്നു, എത്രയോ അനാഥരാകുന്നു, പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ അതൊന്നും ചിന്തിക്കുന്നില്ല. അവർക്ക് സുഖം അനുഭവിക്കണം, അത്രയേ ഉള്ളൂ, ആർക്കും കൊടുക്കത്തുമില്ല. അങ്ങനെ യുദ്ധത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഈ യുദ്ധത്തിനെല്ലാം റെഡിയായും എല്ലാം എടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നതാണ്. ധൃതരാഷ്ട്രമാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അപ്പം അങ്ങനെയൊക്കെ ഇതെല്ലാം യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. പിന്നെ നമ്മൾ ഭഗവത്ഗീത അർജുനൻ അവിടെ തളർന്നിരിക്കുമ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നതും ഒക്കെ തന്നെ. അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് കുറെ ധ്യാന ശ്ലോകങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം, അതൊക്കെ എല്ലാവരും ധ്യാനിച്ചുള്ള ശ്ലോകങ്ങൾ. പക്ഷെ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് ആദിശങ്കരാചാര്യര് എഴുതിയ ഗീതാ മാഹാത്മ്യമാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് കിട്ടും, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഭഗവതി സേവ ചെയ്യും, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്തൊക്കെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനാണല്ലോ. അതുപോലെ തന്നെ ഭഗവത്ഗീത ചെയ്താൽ എന്ത് കിട്ടും, അതാണ് ഗീതാ മാഹാത്മ്യം നമ്മളുടെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഗീതാ മാഹാത്മ്യം പഠിച്ചിട്ട് നമുക്ക് അടുത്തതിനകത്തോട്ട് പോകും, ഭഗവത്ഗീത പഠനം തുടങ്ങാം. പിന്നെ ഗീതാ മാഹാത്മ്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു ഇതായാലും നമ്മൾ ആരാണ്, ഭഗവത്ഗീത ആദ്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട്, ഭഗവത്ഗീത എന്താണെന്ന് നമ്മൾ അറിയണം. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസ ഭക്തിയുണ്ട്, എല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ ജ്ഞാനഭക്തിയില്ല, അറിവില്ല. എന്താണ് ഈ ശാസ്ത്രം, അതിനകത്ത് എന്താണെന്ന് അതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ ജ്ഞാനഭക്തി വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രപരിചയം വേണം, ഗ്രന്ഥപാരായണം വേണം. അത് വേണമെങ്കിൽ നമ്മൾ സത്സംഗത്തിൽ പോകണം. ആ സത്സംഗത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ നാമം ജപിക്കുകയും ശാസ്ത്രം പഠിക്കാനും ഒക്കെ തുടങ്ങും. അപ്പം നമ്മൾ നാമം ചൊല്ലുന്നത് നമ്മുടെ വേക്കിലി, ഭഗവാന്റെ വേക്കിലി അല്ല, നമ്മുടെ വേക്കിലി തന്നെയാണ്. അപ്പൊ നാമം ചൊല്ലും തോറും ആ ഒരു നാമത്തിന്റെ താല്പര്യം കൂടുമ്പോൾ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ചിന്തകൾ കുറയും, മനസ്സ് ശുദ്ധമാകും, മനസ്സിന് ശക്തിയും കൂടും. നമുക്ക് ഒന്നിനോടുള്ള ആകർഷണം കൂടുമ്പോൾ മറ്റുള്ളൊന്നിനോടുള്ള ആകർഷണം കുറയുമല്ലോ. അതാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ശരീരം തന്നെ പഞ്ചഭൂതങ്ങളും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഭഗവത്ഗീത അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അത് ആ പഞ്ചഭൂതങ്ങളിൽ പോകുന്നു. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഭൂമിയൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടോ, ആകാശം നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നൊക്കെ വിചാരിക്കും അല്ലെ. ഈ കട്ടിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ബോൺസ്, അതുപോലെ തന്നെ ഫ്ലഷ്, മാംസം,
തൊലി, ഇതെല്ലാം നമ്മൾ ഭൂമി തത്വമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള നമ്മുടെ വായിലെ തുപ്പല്, മൂത്രം, ബ്ലഡ്, വിയർപ്പ്, ഇതൊക്കെ ജലാംശമാണ്. അത് കഴിയുമ്പോൾ അഗ്നി അല്ലെ, അടുത്ത പഞ്ചഭൂതങ്ങളിൽ അടുത്തത് അഗ്നി. അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടല്ലോ, ജഠരാഗ്നി എന്നാ പറയുന്നത്. ജഠരം എന്ന് വെച്ചാൽ വയറ്. ആ അഗ്നി കൊണ്ടാണ് ഡൈജഷൻ നടക്കുന്നത് തന്നെ. നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വായു, നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും എല്ലാം വായു തത്വമല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ആകാശം എന്ന് വെച്ചാൽ സ്പേസ്. ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറീസിലും അതുപോലെ നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലും നമ്മുടെ ഈ നാസൽ പാസേജസിലും എല്ലാം സ്പേസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതാണ് പഞ്ചഭൂതങ്ങളും കൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കി ഒരാൾ മരണപ്പെടുമ്പോൾ അത് നമ്മൾ എരിച്ചു കളയല്ല. അപ്പൊ അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ പോയി. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരാൾ മരണപ്പെട്ടാലും എൻ്റെ അപ്പൂപ്പൻ പോയി, എൻ്റെ മുത്തശ്ശി പോയി എന്നൊക്കെ പറഞ്ഞ് കരയും. അവരവിടെ കിടപ്പുണ്ടല്ലോ, പിന്നെ എന്തുവാ പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ആത്മാവ് ഈ ശരീരം വിടുമ്പോഴാണ് മരണാവസ്ഥയിൽ എത്തുന്നത്. അപ്പൊ ഈ ആത്മാവ് ക്യാരി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കർമ്മങ്ങളും, രണ്ടാമത്തത് ഭഗവാനുമായിട്ടുള്ള സംഘം. ഇതാണ് ആ ഭഗവത് പ്രേമം, ഈ ശാസ്ത്രം, ഇതൊക്കെയാണ് ഭഗവാനുമായിട്ടുള്ള ജ്ഞാനം. ഇതൊക്കെയാണ് ആത്മാവ് ക്യാരി ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരം ഒരു ലാപ്ടോപ്പായിട്ട് കാണുക, ഈ ആത്മാവ് USB ആയിട്ടും കാണുക. അപ്പൊ ഈ USB എടുത്തു മാറ്റുക, ദാറ്റ് മീൻസ് ആത്മാവ് പോയി. അപ്പം എന്നിട്ട് ഈ USB വേറെ ഒരു ലാപ്ടോപ്പിൽ വെക്കുമ്പം ഈ ബോഡിയിലിരുന്ന് എന്തെല്ലാം കാണിച്ചു കൂട്ടിയോ അതെല്ലാം അവിടെ വരും. അപ്പം നമ്മളുടെ ഓരോന്നും ജനനം മഹാത്മ്യത്തിൽ വായിക്കും, പുനർജന്മം അതെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഓരോ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും പുണ്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും. അത് ഈ ആത്മാവ് ക്യാരി ചെയ്യും. ആ ആത്മാവ് അതനുസരിച്ചുള്ള ശരീരങ്ങളാണ് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം പോകുന്ന ജ്യോത്സ്യന്റെ അടുത്ത്. എല്ലാവരും ജ്യോത്സ്യന്റെ അടുത്താണ് പോകുന്നത് അല്ലെ. അവരുടെ അടുത്ത് എന്തിനു പോകുന്നു? അവരെന്ത് നോക്കിയാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ജനന സമയവും ജനന തീയതിയൊക്കെ കൊടുക്കുമ്പം അവർ വലിയൊരു സ്ക്വയറൊക്കെ വരച്ച് 12 ഹൗസസ് ഒക്കെ വരച്ച് ഇടയ്ക്കെല്ലാം ഇങ്ങനെയൊക്കെ എഴുതുന്നല്ലേ. ലഗ്നം, ശുക്രൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു, ബുധൻ എന്നൊക്കെ പറഞ്ഞല്ലേ. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? പഞ്ചാംഗം നോക്കിയിട്ട് ആ ദിവസത്തെ ഇതാണ് അവർ എഴുതുന്നത്. അപ്പം ശുക്രനും ചന്ദ്രനും, ശുക്രനാണ് നമ്മുടെ വിവാഹം, നമ്മുടെ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത്. ആ ഗ്രഹം നിൽക്കുന്ന നല്ല ഇടത്താണ് നമ്മുടെ വിവാഹ ജീവിതം നല്ല അടിപൊളിയായിരിക്കും, നല്ല സുഖജീവിതമായിരിക്കും. അത് മോശ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതുപോലത്തെ ദുരിതമായിരിക്കും. ഗുരുവാണ് ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ഗുരു നല്ല സ്ഥാനത്ത് നിന്നാൽ നല്ല സുഖജീവിതമായിരിക്കും. ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മ, സൂര്യൻ അച്ഛൻ, ചൊവ്വ സഹോദരങ്ങള്. അപ്പൊ അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വീടുകള് 12 ഹൗസസ് ആണല്ലോ, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. അപ്പൊ ഇത് ഓരോടത്ത് നിൽക്കുന്ന അനുസരിച്ചും ഉണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും ക്വാളിറ്റീസ് ഉണ്ട്, ഓരോ ഹൗസസിനും ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഹൗസ് നമ്മളെ ജനിക്കുന്ന സമയമാണ് ലഗ്നം എന്ന് പറയും. ലാന്ന് എഴുതിയേക്കും, കണ്ടാ അറിയാൻ പറ്റും. അത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയും. സെക്കൻഡ് ഹൗസ് നമ്മുടെ പ്രോപ്പർട്ടി, പണം, സമ്പാദ്യം ഒക്കെ പറയും. തേർഡ് ഹൗസ് നമ്മുടെ സഹോദരഭാവം. ഫോർത്ത് ഹൗസ് നമ്മുടെ അമ്മ. ഫിഫ്ത്ത് ഹൗസും നമ്മുടെ കുട്ടികള്. സിക്സ്ത് എന്ന് വെച്ചാൽ ശത്രു ഭാവ, അവിടെ ഒന്നും വരാതിരിക്കുന്ന ഏറ്റവും നല്ല. 7 എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ. അങ്ങനെ ഓരോ 9 എന്ന് പറയുന്നത് അച്ഛൻ. അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെ എന്താ, നമ്മുടെ പൂർവ്വ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുടെയാണ് ഈ ഓരോ ഗ്രഹങ്ങൾ പോയി ഓരോരുത്തർ കിടക്കുന്നതും ഓരോ വീടുകളിൽ പോയി കിടക്കുന്നതും. മനസ്സിലായി? അതിന് ആരും ഉത്തരവാദി? നമ്മൾ പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ചാൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്തതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, അമ്മമാരിപ്പോ വെക്കേഷൻ വരുമ്പോൾ അമ്മമാരും കുട്ടികളും നാട്ടിൽ പോകും, അച്ഛന്മാർ മാത്രമായിരിക്കും ഇവിടെ. അപ്പൊ അവര് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഓഫീസിൽ പോകും. ഫുഡ് ഉണ്ടാക്കി പോയി ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ കഴിക്കാൻ എടുക്കുമ്പോൾ സ്പൂണില്ല. ആര് കുറ്റം പറയും അല്ലേ? അത് കഴിയുമ്പോൾ കാണാം കൈവച്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ കാണാം കറിക്ക് ഉപ്പില്ല. ആരെ കുറ്റം പറയും? ആരെയും പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ തന്നെ ഉണ്ടാക്കിയ, അവർ തന്നെ സ്പൂൺ വയ്ക്കാഞ്ഞത്.
ഇപ്പം നമ്മൾ ചെയ്തത് തന്നെ നമുക്ക് കിട്ടുന്നു അല്ലേ? ഭാര്യ ഉണ്ടായിരുന്നെങ്കിലല്ലേ ഭാര്യയെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ആരുമല്ല, അവരവര് ചെയ്യുമ്പോ ആരെ കുറ്റപ്പറയാനാ? പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാ പലരും ഇപ്പം നമ്മൾ കാണും പൊളിറ്റീഷ്യൻസ്മാർ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്തെല്ലാം കാണിച്ച് നല്ലവർക്ക് ഭഗവാൻ ഇട്ട് പണിയും കൊടുക്കും, അല്ലാത്തവർക്ക് സുഖ ജീവിതമാണ്. പക്ഷെ അതങ്ങനല്ല. നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലൊരു മനസാക്ഷി കുത്തുണ്ടാവും അല്ലേ? അത് വേണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ശരിയായില്ല. അങ്ങനെ ഒരു മനസാക്ഷി കുത്ത് വരുമ്പോ നമുക്കൊരു കുറ്റബോധം വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഭഗവാനും ഉണ്ട്. ഭഗവാൻ ജസ്റ്റ് ഒരു സ്പെക്ടേറ്റർ ആണ്, ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, ഒരു കാര്യങ്ങളിനകത്തും ഇടപെടത്തില്ല. അപ്പം ഈ ജീവാത്മാവിന്റെ പുറയിലാണ്, ഉള്ളിലാണ് പരമാത്മാവും ഇരിക്കുന്നത്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ആ പരമാത്മാവുണ്ട്. അപ്പൊ ഈ ജീവാത്മാവും പരമാത്മാവും പോകുമ്പോഴാണ് ബോഡി ഡെഡ്. അപ്പൊ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് കുറ്റം വരുമ്പം ഭഗവാൻ നമ്മളെ ക്ഷമിക്കുകയും നമ്മളെ കൊണ്ട് അത് ആവർത്തിപ്പിക്കാതെ ഇരുത്തുകയും ചെയ്യും. മറിച്ച് എനിക്ക് എൻ്റെ ഭർത്താവും ഭാര്യയും മക്കളും മതി, എനിക്ക് മതിയെല്ലാം, എനിക്കായിക്കോട്ടെ, അവരെന്തോ അറിയാനിരിക്കുന്ന, അവർക്ക് കിട്ടിയ എന്താ, എനിക്കാണ് എല്ലാം വേണ്ടത്, ആ ഒരു സ്വാർത്ഥ മനോഭാവത്തെ നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവരെ കൺട്രോൾ ചെയ്യുന്നത് കലിയാണ്. അപ്പൊ ആ കലിയാണ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ ഒരു കുഴപ്പവും ഇല്ലെന്ന്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ നെല്ലും എള്ളും ഒക്കെ നമ്മൾ നടുമ്പോൾ അതൊരു 5-6 മാസം കഴിഞ്ഞായിരിക്കും മുളച്ചു വരുന്നത്. മാവ്, പ്ലാവ്, അതുപോലെ തന്നെ പറങ്കാവ്, അതൊക്കെ ഇടുമ്പോൾ 5-6 വർഷങ്ങൾ എടുക്കും. ഇപ്പൊ ഒരു തക്കാളിയോ ബീൻസോ എന്തെങ്കിലും പൊട്ടറ്റോ അങ്ങനെയൊക്കെ നടുവാണെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് തന്നെ കിളിക്കും അല്ലെ? അപ്പൊ ഓരോന്നിനും ഓരോ ഇത്. അതുപോലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും. ചിലത് അപ്പൊ തന്നെ കിട്ടും, ചിലത് കുറച്ച് നാൾ കഴിഞ്ഞ് കിട്ടും, ചിലത് അടുത്ത ഏതെങ്കിലും ജന്മങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാന്റെ കണക്ക് പുസ്തകങ്ങളെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കി അതാണ് നമ്മുടെ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് ഇതാണ്. നമ്മളല്ലാതെ ഒരിക്കലും ചിന്തിക്കേണ്ട, അയ്യോ ഞാൻ ഇതൊക്കെ പഠിച്ച് ഇങ്ങനൊക്കെ പോകാനുള്ള സത്യം, ഭയങ്കര എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട, പട്ടുസാരി ഉടുക്കരുത്, ആഭരണം ഉടുക്കരുത്, ഒരുങ്ങി നടക്കരുത്, പാർട്ടിക്ക് പോകരുത്, ഒരു കുഴപ്പമില്ല, നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഭഗവാനിൽ എത്തുക എന്ന് വെച്ചാൽ നമ്മൾ പല ജന്മങ്ങളിൽ ഇതുപോലെ നമ്മുടെ ഇപ്പോൾ ഉള്ളവരെല്ലാം ജന്മത്തിലുള്ള അടുത്ത ജന്മത്തിൽ ഇവരാരും ആയിരിക്കത്തില്ല. നമ്മൾ ആണായിരിക്കും പെണ്ണായിരിക്കുമോ നമുക്ക് അറിയത്തില്ല. അതിലോ വല്ല വൃക്ഷങ്ങളായിരിക്കുമോ അതോ വല്ല മൃഗങ്ങളായിരിക്കും എന്ന് പോലും അറിയത്തില്ല. ഈ ഡ്രസ്സ് ഇടാതെ കുറെ ഫാഷൻ കയറി ഇപ്പം ഭയങ്കര ഡ്രസ്സേ ഇടത്തില്ല ആൾക്ക്. അവരൊക്കെ മരങ്ങളായിട്ടാണ് ജനിക്കുന്ന. ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അത് ഇനി ഭാഗവതം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. 10ാമത്തെ സ്കന്ധമാണല്ലോ ഭഗവാന്റെ സ്കന്ധം, മൊത്തം കൃഷ്ണാവതാരം. അതിനകത്ത് 10-11 അധ്യായങ്ങൾ ഭഗവാന്റെ ദാമോദര ലീലകൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് കുബേരന്റെ മക്കളാണ് മണിഗ്രീവനും നലകുബേരനും മണിഗ്രീവനും, ഇവര് രണ്ടുപേരും. അപ്പൊ അവര് രണ്ടുപേരും ഈ പറഞ്ഞ കൂട്ട് മതിച്ച് മന്ദാകിനി നദിയിലെ വാരുണി മധ്യമൊക്കെ സേവിച്ച് വേറെ ദേവസ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര വസ്ത്രമില്ലാതൊക്കെ ഭയങ്കര ഇങ്ങനെ ആടിക്കൊളിച്ച് നടക്കാൻ നേരത്തെ നാരദ മഹർഷി വരും. നാരദ മഹർഷി തുണിയൊന്നുമില്ല ദേഹത്ത്, എന്നുവെച്ചാൽ മദ്യത്തിന്റെ ലഹരി സ്ത്രീകളുമായിട്ട് ഒരിതിൽ. അപ്പൊ നാരദ മഹർഷി വരുമ്പോ ഈ ദേവസ്ത്രീകൾ ഓടിപ്പോയി വൃക്ഷത്തിന്റെ പുറത്ത് അവരവരുടെ ഡ്രസ്സ് ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇവർക്ക് ഒരു കൂസലും ഇല്ലാതെ അവരിങ്ങനെ തന്നെ നിൽക്കും. ഇത് കാണുമ്പോൾ നാരദ മഹർഷി അവരെ ശപിക്കും, നിങ്ങൾ വൃക്ഷങ്ങളായി പോട്ടെ എന്ന് വെച്ചാൽ വൃക്ഷങ്ങൾ തുണി കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഡ്രസ്സ് ഇടാതെ ഇങ്ങനെ കിടക്കുന്നു. അവർക്ക് പിന്നെ ഇവർക്ക് ബോധം വരുന്നത്. അപ്പൊ പറയും ശാപം അനുഗ്രഹമാണ്. അപ്പം പറയും ഇല്ല. അപ്പൊ അവര് പെട്ടെന്ന് അവർക്ക് പിന്നെ ബോധം വരുമ്പോ അവര് മാപ്പ് ചോദിക്കുമ്പോൾ പറയും ഇല്ല, നിങ്ങൾക്ക് ദ്വാപര യുഗത്തിൽ ഭഗവാൻ, നിങ്ങൾ വൃന്ദാവനത്തിൽ പോയി വൃക്ഷങ്ങളായിട്ട് കിടക്കും, ആ സമയത്ത് ഭഗവാൻ ഇതുപോലെ നിങ്ങൾക്ക് വന്ന് എത്രയോ വർഷങ്ങൾ പറയും. അതെല്ലാം കഴിഞ്ഞിട്ടാ ഈ സംഭവം നടക്കുന്ന സത്യുഗത്തില. ദ്വാപര യുഗത്തിലാണ് ഇവർക്ക് മോക്ഷം കിട്ടുന്നത്. മനസ്സിലായി? അപ്പൊ വൃക്ഷങ്ങളായിട്ടാണ് വന്ന് അവിടെ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കേട്ടിട്ടില്ല ഇതുപോലെ ഭഗവാന് ഉരുളി കെട്ടുന്നതും, ഉരുളി ഇങ്ങനെ ഉരുള് അതിങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയും 2 വൃക്ഷങ്ങൾ വീഴുകയും അതിനകത്തുനിന്ന് 2 യുവാക്കള് വരികയും ഒക്കെ ചെയ്യുന്നതൊക്കെ.
അതാണ്. അപ്പൊ ഈ ഡ്രസ്സ് ഇടാതെ നടക്കുന്നവര് ഭയങ്കര ഫാഷൻ കൂടി 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 വസ്ത്രമേ ഇല്ലാതാവുക സ്ത്രീകൾക്ക്. അവരെല്ലാം നമ്മള് സിനിമയ്ക്കകത്തൊക്കെ കാണുക, അവരെല്ലാം വൃക്ഷങ്ങളായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല, അവരിങ്ങനെ മതിച്ച് എന്തൊക്കെയോ ആണെന്നുള്ള രീതി ജീവിച്ചു പോകുന്നു. നമ്മുടെ ശാസ്ത്രം പഠിച്ചു വേണം പോവാൻ. ഇപ്പൊ നമ്മൾ തന്നെ ഇതൊക്കെ പഠിക്കുന്നു, ആൾക്കാർ വരത്തില്ല ഇത് പഠിക്കാൻ. പക്ഷെ ആ ഒരു ഭഗവാൻ കൃപ വേണം, എന്നാലേ നമുക്കിത് കിട്ടൂ, അല്ലാതെ കിട്ടത്തില്ല. ഇപ്പം അവര് പലരും നമ്മളെ കളിയാക്കും, ഓ അവർക്ക് ഭയങ്കര ഭക്തിയാ, വേണ്ടാത്ത ഓരോ സംസാരങ്ങളുണ്ട്. പക്ഷെ അവരിപ്പോ അങ്ങനെ പറഞ്ഞോട്ടെ, അവരും ഈ വഴിയെ വരും. ഇപ്പോഴല്ല, ഒരു 5-10 ജന്മങ്ങൾ കഴിയുമ്പം ഈ വഴിയെ തന്നെ വരും. എന്ന് വെച്ചാൽ ഇതിലേ അല്ലാതെ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ അവർക്ക് ഭഗവാൻ കൊടുത്ത സുഖങ്ങളിൽ മതിച്ച് കഴിയുവാണ്. നല്ല കുബേരന്റെ മക്കൾ ജീവിച്ച കൂട്ടം. കുറെ നാളുകൾ കഴിയുമ്പം, കുറെ ജന്മങ്ങൾ കഴിയുമ്പം ഈ വഴിയെ തന്നെ അവരും ഭഗവാന്റെ അടുത്ത് വരും. ഇതുപോലെ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പിടിച്ചും പ്രഭാഷണം കേട്ടും വായിച്ചും ഒക്കെ എത്തുന്ന വെച്ചാൽ നമ്മൾ ശുദ്ധരാകാതെ, പരിശുദ്ധരാകാതെ, നമുക്കെല്ലാം കാമക്രോധ ലോഭം മോഹം മതം മാത്സല്യം അല്ലെ, അതിന്റെ മീനിങ് സിമ്പിളായിട്ട് പറഞ്ഞാൽ വാശി, വൈരാഗ്യം, ദേഷ്യം, ആഗ്രഹങ്ങള്, അസൂയ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പോണം നമ്മളിൽ നിന്ന്. അതെല്ലാം പോയാലേ ഉള്ളു ഭഗവാനിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അതുവരെ നമ്മൾ പുനരപ്പി ജനനം പുനരപ്പി മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഭഗവാൻ പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകാവുള്ളൂ, ഇതൊന്നും വേണ്ട, നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്തോ. ആദിശങ്കരാചാര്യർ എഴുതിയ ഭജഗോവിന്ദത്തിൽ തന്നെ പറയുന്നുണ്ട്, യോഗരതോ വാ ഭോഗരതോ വാം സങ്കരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദതേവം. എന്നുവെച്ചാ നിങ്ങൾ യോഗങ്ങളിൽ ഭോഗസുഖങ്ങളിൽ സംഘം കൂടി നടക്കുകയോ സംഘത്തിൽ മാറി നടക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, ഒരു കുഴപ്പമില്ല. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, ആരുടെ ചിത്തമാണോ, ചിത്തം എന്ന് വെച്ചാൽ ആരുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിച്ചാണോ പോകുന്നത്, എന്ന് വെച്ചാൽ ഭഗവാനിൽ ലയിച്ചു പോകുന്നോ, അതാണ് ഏറ്റവും വലിയ ആനന്ദം. അത് മാത്രം മതി. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ഭഗവാനിലെത്തുക, അതാണ് നമ്മുടെ ഗോൾ. എൻജോയ് ചെയ്തോ ലൈഫ്, ഒരു കുഴപ്പമില്ല. ശാസ്ത്രം പഠിക്കുക, നാമം ചൊല്ലുക, ഭഗവാനെ അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചു പോവുക. ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അപ്പം നമുക്കൊക്കെ ഭഗവാന്റെ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത് പഠിക്കാനും ഈ വഴി വരാനും ഒക്കെ പഠിച്ചപ്പോ ബസ്സിൽ ഈ പറയുമല്ലോ, ഡബിൾ ബെല്ല് ഇട്ടടിച്ചു വിട്ടുകൂടാന്ന് പറയത്തില്ല. അപ്പൊ ഇതൊക്കെ ഭഗവാനെ കുറിച്ചൊക്കെ അറിഞ്ഞ ഇടവും വലവും നോക്കരുത്, എല്ലാരും വരുന്നോ ഇല്ലയോ എന്ന് വിട്ടുപോവെന്ന് വെച്ചാൽ ഇവരെല്ലാം അടുത്ത ജന്മത്തിൽ നമ്മുടെ കൂടെ വരുന്നത്. നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ അവർക്ക് കൊടുക്കണം. വരുന്നില്ലെങ്കിൽ അവർക്ക് ടൈം ആയിട്ടില്ല, നമ്മൾ പോവുക, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ്. അപ്പം നമുക്ക് ഇനി ഭഗവത്ഗീതയുടെ ആ ഒരു മാഹാത്മ്യം, അതാണ് ഭഗവത്ഗീത പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ ഗീത മാഹാത്മ്യം, ഇത് ആദിശങ്കരാചാര്യരാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം, ഗീതാശാസ്ത്രം ഇദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോർപദമവാപ്നോതി ഭയശോകാദിവർജിതഃ. എന്ന് വെച്ചാൽ ഗീതാശാസ്ത്രം ഇദം പുണ്യം, പുണ്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഗീത. പഠേത് പ്രയതുപമാൻ, ആരാണോ പ്രയത്നം ചെയ്ത് പഠിക്കുന്നത്, വിഷ്ണോർ പദമവാപ്നോതി ഭയശോകാദി വർജിത, ഒരു ഭയവും ശോകവും ഒന്നുമില്ലാതെ വിഷ്ണുവിന്റെ പാദങ്ങളിൽ ചെന്ന് എത്തും. അപ്പൊ ഭഗവത്ഗീത പഠിച്ചാൽ അതാണ്. രണ്ടാമത്തത്, ഗീതാധ്യായന ശീലസ്യ പ്രാണായാമ പരസ്യ നൈവ സന്തി പാപാനി പൂർവജന്മ കൃതാനി ച. ഗീതാധ്യായന ശീലസ്യ പ്രാണായാമ പരസ്യ. ഗീത, ഭഗവത്ഗീത എന്ന് പഠിച്ചു പോയാൽ അത് നമ്മുടെ മനസ്സിനും, പ്രാണായാമം ചെയ്ത് അത് ശരീരത്തിനും, ഇത് രണ്ടും ചെയ്തു പോയാൽ പൂർവജന്മ കൃതാനിച്ച, എന്ന് വെച്ചാൽ പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം ഉണ്ടാകാതിരിക്കുകയും പുതുതായിട്ട് നമ്മളൊന്നും ചെയ്യാതെയും ഇരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അതാണ്. അപ്പം പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം നശിച്ചു പോവുകയും, നൈവ സന്തി പാപ്പാന്, പുതുതായിട്ട് നമ്മൾ ഒരു പാപങ്ങളും ചെയ്യുന്നില്ല. എന്ത്?
നമ്മൾ ഭഗവത്ഗീത പഠിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും എന്തെന്താണെന്ന് അല്ലെ. നമുക്കൊരു കാര്യം മനസ്സിലായി പിന്നെ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ലല്ലോ. പിന്നെ മൂന്നാമത്തെ മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാം ഭസി സ്നാനം സംസാരമലനാശനം എന്നുവെച്ചാൽ മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനം. നമ്മൾ എന്നും കുളിക്കുന്നു, പുറമേ കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ പുറമേ ഉള്ള ഇത് ശുദ്ധിയാണ്. പക്ഷെ ഭഗവത്ഗീത എന്ന ആ ഒരു ഗംഗാജലത്തിൽ കുളിച്ചാൽ നമ്മുടെ ഈ സംസാരം എന്നുവെച്ചാൽ ജനന മരണം ജീവയ്ക്കുക അല്ലെ, ഈ മൂന്നിനകത്ത് നിന്ന് തന്നെ നമ്മൾ വാഷ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഗീത സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേഹി യ സ്വയം പദ്മനാഭസ്യ മുഖപദ്മാത് വിനിസൃത എന്ന് വെച്ചാൽ ഗീത സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ. ഗീത ഭഗവത്ഗീത ഉള്ളപ്പം വേറെ ശാസ്ത്രങ്ങൾ എന്തിനാ? കിം അന്യേ ശാസ്ത്രവിസ്തരേ, വേറെ ശാസ്ത്രങ്ങൾ എന്തിനാണ്? യാ സ്വയം പദ്മനാഭസ്യ മുഖപദ്മാത് വിനിസൃത. യാ സ്വയം പദ്മനാഭസ്യ, പദ്മനാഭൻ ആരാണ്? പദ്മം, നാഭിയിൽ നിന്ന് പദ്മം വന്ന് ആ ഭഗവാൻ സ്വയം പറഞ്ഞതാണ്. ആ ഭഗവാൻ മുഖത്തിൽ നിന്ന് തന്നെ വന്നതാണ്, വായിൽ നിന്ന് തന്നെ വന്നതാണ്. ആ ഭഗവാൻ സ്വയം പറഞ്ഞ് ശാസ്ത്രം ഉള്ളപ്പം വേറെ ശാസ്ത്രങ്ങൾ എന്തിനാണ്? പിന്നെ ഭാരതാമൃത സർവസ്വം വിഷ്ണോർ വക്രാദ് വിനിസൃതം ഗീതാ ഗംഗോത്തകം പീത്വ പുനർജന്മന വിദ്യത്തെ. എന്നുവെച്ചാൽ മഹാഭാരതത്തിന്റെ സർവസ്വമാണ്, എസൻസ് ആണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൽ വരുന്നതാണ് വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, സനത് സുജാതെ, യക്ഷപ്രശ്നം, വിധുരനീതി, അങ്ങനെ കുറേ ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാണ് 1,25,000 ശ്ലോകങ്ങൾ. ആ അത്രേനകത്ത് നിന്നുള്ള എസൻസ് ആണ് ഈ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. അതാണ് പറയുന്നത് ഭാരതാമൃത സർവസ്വം, മഹാഭാരതത്തിന്റെ സർവസ്വമാണ്. വിഷ്ണുർ വക്രാദ് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യത്തെ. അപ്പൊ ആ ഭഗവത്ഗീത പാനം ചെയ്യുവാണെങ്കിൽ, പീത്വ കുടിക്കുവാണെങ്കിൽ, ആ ഭഗവത്ഗീത ആകുന്ന ഗംഗാജലം കുടിക്കുവാണെങ്കിൽ ഇനി പുനർജന്മവേ ഇല്ല. അത് കഴിഞ്ഞിട്ട് സർവോപനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീത മൃതം മഹത്. എന്നുവെച്ചാൽ സർവോ ഉപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവാണെങ്കിൽ, ഗാവോ പശു. നമ്മൾ പറഞ്ഞ വേദം ഈസിയായിട്ട് മനസ്സിലാക്കാനാണ് പുരാണങ്ങളും അല്ലെ ഓരോ കഥകൾ. അതുപോലെ തന്നെ വേദം ഉപനിഷത്തുകളുടെ സാരമാണ് ഭഗവത്ഗീതയും. ഇതെല്ലാം വേദത്തിന്റെ ഒരു ഭാഗമാണ് ഉപനിഷത്തുകളും ഇതെല്ലാം. ഓക്കെ, അപ്പം എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവാണെങ്കിൽ ദുഗ്ധ ഗോപാലനന്ദന, ആരാണ് കറവക്കാരൻ? ഗോപാലനന്ദനൻ ഭഗവാൻ. പിന്നെ പാർത്ഥോ വത്സ, പാർത്ഥൻ പശുക്കുട്ടി, വത്സ എന്ന് വെച്ചാൽ കുട്ടി, പാർത്ഥൻ പ്രഥയുടെ മകൻ എന്ന് വെച്ചാൽ കുന്തിദേവിയുടെ പേരാണ് പ്രഥ, പ്രഥയുടെ മകൻ. സുധീർ ഭോക്ത ദുഗ്ധം ഗീത മൃതം മഹത്. അപ്പൊ ഈ ഇത്രയും ഇതായിട്ടുള്ള ആ എല്ലാ ഉപനിഷത്തുകളുടെ ഒരു സാരമുണ്ടെങ്കിൽ അത് കുടിച്ചാൽ തന്നെ നമ്മൾ എല്ലാ ഭോഗസുഖങ്ങളിൽ നിന്നും മുക്തരായി നല്ല ഒരു ഇതിലായിരിക്കും പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏത്കോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്യ തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം, ഒരേ ഒരു ശാസ്ത്രം. ദേവകീ പുത്ര ഗീതം, ദേവകിയുടെ പുത്രത്തിന്റെ പാട്ട്. അപ്പൊ ദേവകിയുടെ പുത്രൻ ആരാ? ദേവകി ആരാ? ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനും അമ്മയാണ് ദേവകി മാതാവും വസുദേവരും. വളർത്തച്ഛനും വളർത്തമ്മയാണ് നന്ദഗോപരും യശോദാമ്മയും. അപ്പം ഗീത എന്ന് വെച്ചാൽ പാട്ട്. അപ്പം ഭഗവാന്റെ പാട്ട്, ഒരേ ഒരു ശാസ്ത്രം ഭഗവത്ഗീത, ഒരേ ഒരു ശാസ്ത്രം ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ, ഒരേ ഒരു ദേവൻ, ദേവകിയുടെ പുത്രൻ മാത്രം. അപ്പൊ കൃഷ്ണനെ മാത്രം ആരാധിച്ചാൽ മതി. ഏകോ മന്ത്രസ്യ തസ്യ നാമാനിയാനി, ഒരേ ഒരു മന്ത്രം, തസ്യ നാമാനിയാനി എന്ന് വെച്ചാൽ അവന്റെ നാമങ്ങൾ അടങ്ങുന്ന ഷോഡശ മന്ത്രം. എന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ 4 യുഗങ്ങളുണ്ട്. കൃതയുഗം അല്ലെങ്കിൽ സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ കൃതയുഗത്തിലൊക്കെ ധ്യാനമായിരുന്നു, ത്രേതായുഗത്തിൽ യജ്ഞങ്ങളായിരുന്നു, ദ്വാപര യുഗത്തിൽ പൂജാതി കാര്യങ്ങളൊക്കെ ആയിരുന്നു, ആരാധനാലയങ്ങൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ കലിയുഗത്തിൽ പണച്ചെലവും ഇല്ല, സമയവും കുഴപ്പമില്ല, സ്ഥാനവും പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും ഇരുന്ന് ചൊല്ലാം. ഈ 16 വേർഡ്സ് വരുന്ന ഷോഡശ മന്ത്രം എന്ന് വെച്ചാൽ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു നാമസങ്കീർത്തനം മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ഇതാണ് ഭഗവാന്റെ നാമം. ഇത് ചൊല്ലി ചൊല്ലി നമുക്ക് ഭഗവാനിൽ എത്താം. ഭാഗവതത്തിൽ തന്നെ 18,000 ശ്ലോകങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ശ്ലോകം തന്നെ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ എല്ലാ പാപങ്ങളും പോകുന്നു. പ്രണാമോ ദുഃഖശമനം. പാപവും പോകുന്നു, ദുഃഖവും പോകുന്നു. നമ്മൾ ഓരോന്നും ചെയ്യുന്ന ഓരോന്നും ഉദ്ദേശിച്ചാന്ന് പറഞ്ഞുകൂട്ട് ആ നാമം ചൊല്ലുവാണെങ്കിൽ നമ്മൾ പൂർവ്വജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും ഒക്കെ ചെയ്ത പാപങ്ങളും പോകുന്നു. നമ്മുടെ പാപങ്ങൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖം ശമിക്കുകയും ചെയ്യുന്നു. അതവിടെയും പറഞ്ഞു. അപ്പം അടുത്ത 4ാമത്തെ വരി കർമാപ്യേക്കം തസ്യ ദേവസ്യ സേവ. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യേണ്ടതും ഭഗവാന്റെ സേവകളായിരിക്കണം. ഭഗവാന്റെ പൂജാതി കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കർമ്മം ചെയ്യുന്നതും അങ്ങനെ ആയിരിക്കണം. അതാണ് എന്റെ ഗീത മാഹാത്മ്യം എന്ന് പറയുന്ന ഇത്തരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഒരു ഇതിലായിരിക്കും ഭഗവത്ഗീത തുടങ്ങുന്നത്. ഒന്ന് ചിന്തിച്ചാൽ മതി, ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ടെമ്പിളാണ്. പോർട്ടബിൾ ടെമ്പിൾ എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പൊ ഗീത ഒരു പോർട്ടബിൾ ടെമ്പിളാണ്. നമ്മുടെ സെൽഫോണൊക്കെ നമ്മുടെ കൂടെ കൊണ്ടുപോകത്തില്ല, അതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഭഗവാൻ ആക്സസബിളാണ്. മനസ്സിലായില്ലേ? അപ്പം ഭഗവത്ഗീത ഒരു പോർട്ടബിൾ ടെമ്പിളും ആണ്. നമ്മൾ സെൽഫോൺ ക്യാരി ചെയ്യുന്ന കൂട്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാം. ഭഗവാൻ എപ്പോഴും ആക്സസബിൾ ആണ്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ പാട്ടെന്നാണ്. ഓക്കെ. പിന്നെ ഭഗവത്ഗീതയ്ക്കകത്ത് 700 ശ്ലോകങ്ങളുണ്ട്. ആദ്യത്തെ ശ്ലോകം ചോദിക്കുന്നത് തന്നെ ധൃതരാഷ്ട്രാണ്. പിന്നെ ഈ ധൃതരാഷ്ട്ര ചോദിക്കാൻ കാരണം തന്നെ ഇവര് യുദ്ധം നടന്നപ്പം വേദവ്യാസ മഹർഷി ധൃതരാഷ്ട്രോട് പറയും, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിനക്കൊരു ദിവ്യ കാഴ്ച തരാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം ധൃതരാഷ്ട്ര മഹാരാജാവ് പറയും, വേണ്ട, ഭീഷ്മരുള്ളപ്പോ എൻ്റെ മക്കൾക്ക് തന്നെ ആയിരിക്കും ജയം. പക്ഷെ അവര് നല്ല ദീർഘവീക്ഷണമുള്ളവരാണല്ലോ. വേദവ്യാസ മഹർഷി സഞ്ജയന് കൊടുക്കും. സഞ്ജയൻ എന്ന് പറയുന്നത് വേദവ്യാസ മഹർഷിയുടെ പ്രിയ ശിഷ്യനാണ്. സഞ്ജയനാണ് ധൃതരാഷ്ട്രയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് തന്നെ സഞ്ജയന്. അപ്പൊ അങ്ങനെ സഞ്ജയന് ആ ഒരു ദിവ്യദൃഷ്ടി കൊടുക്കുകയും സഞ്ജയൻ അവിടെ നടക്കുന്ന ലൈവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ശ്ലോകം ധൃതരാഷ്ട്ര ചോദിക്കുന്നതും അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മള് ഓരോന്നും നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമ്മളൊന്ന് ഓർത്താൽ മതി, നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും വിഷമങ്ങളും എന്ത് തന്നെ വന്നാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ എങ്ങനെ ആയിരിക്കണം. ഇപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം കുട പിടിക്കണമെന്ന്, അല്ലെ? അപ്പം നമുക്കത് തന്നെ ഭഗവത്ഗീതയും നമുക്ക് ജ്ഞാനം തരും. പരിസ്ഥിതികൾ അതനുസരിച്ച് നമ്മൾ ആ ജ്ഞാനം മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ റിയാക്ട് ചെയ്യണോ, റെസ്പോണ്ട് എന്തുവാന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കണം. ആചാര്യന്മാര് വരെ ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധനെ പോലെയും, അതുപോലെ തന്നെ ഭക്തിയില്ലാത്ത ജ്ഞാനം ഒരു മൊടന്തനെ പോലെയുമാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല, നമ്മൾ ഭക്തി ചെയ്യുമ്പം നമ്മൾ എന്തിനു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ആ ഒരു അറിവ് വേണം. നമ്മൾ വ്രതം എടുക്കുന്നത് എന്തിനാണ്, ഈ വ്രതം ചെയ്യുന്നത് അത് മനസ്സിലാക്കണം. ഒരിപ്പോൾ ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെ ശ്രീരാമനവമി സെലിബ്രേറ്റ് ചെയ്യുന്ന, നവരാത്രി ചെയ്യുന്ന, ഇതിന് എന്താണ് അല്ലാതെ ആരോ പറയുന്ന, ആരോ ആചരിച്ചു വരുന്നതല്ല. നമുക്ക് ആ ഒരു അറിവ് വേണം, ജ്ഞാനം വേണം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി, ഇപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ആരാണ് ഭഗവാൻ, ഭഗവാന്റെ പൂജ എന്തിനാ ചെയ്യുന്നത്, അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും അറിഞ്ഞു പോകേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു മഹാഭാരതവും അതുപോലെ തന്നെ ഭഗവാൻ ആരാണെന്നും നമ്മൾ ആരാണ്, ഇതൊക്കെയാണ് ഭഗവത്ഗീത പഠിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗീതാ മഹാത്മ്യം, ഭഗവത്ഗീത പഠിച്ചാൽ എന്ത് കിട്ടും, അതൊക്കെയാണ് നമ്മളിവിടെ ഇപ്പം പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഓരോന്നും പഠിച്ചു പോകാം. ഭഗവത്ഗീത ഒരു ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ തൊട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. നമുക്ക് എന്നാലും ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തന്നെ എന്താ ഓരോ കാര്യങ്ങളും അറിഞ്ഞു തന്നെ
പോകണം. അപ്പം എല്ലാവരും ആ ഒരു ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു അതൊന്ന് പിന്നെയും പിന്നെ ഇങ്ങനെ ആലോചിക്കണം, എന്തുവായിരുന്നു അല്ലെ, ഇവിടുന്ന് കേട്ട് ഇവിടുന്ന് വിടരുത്. നമ്മൾ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരു എഴുതിയെടുക്കണം. ആ ഒരു റണ്ണിങ് നോട്ട്സ് എടുക്കുന്ന ഒരു ശീലവും വേണം. അപ്പൊ നമുക്ക് ഓർമ്മ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. മനസ്സിലാവും. അപ്പം ആ രീതി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.